അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് കുറ്റിച്ചിറ ജുമഅത്തു പള്ളിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ പള്ളിയുടെ മുൻവശത്തായി മറവിട്ട് കിടക്കുന്ന മുഹയ്യിദ്ദീൻ മാല രചിച്ച മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സിയാറത്തിന് ശേഷം ഞങ്ങളിനി സിയാറത്തിനു വേണ്ടി പോകുന്നത് ഈ പള്ളിയുടെ തന്നെ തെക്കുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന ഷാദുലി മാല രചിച്ച മഹാനായ ഖാദി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം സിയാറത്തിനു വേണ്ടിയാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചരിത്രവും മഖാം സിയാറത്തും നമുക്ക് കാണാം. കേരളത്തിൽ ഇസ്ലാമിൻ്റെ പ്രാരംഭകാലം മുതൽ മലബാറിലെ മുസ്ലിങ്ങൾക്ക് മത, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിൽ നേതൃത്വം നൽകി വന്നവരാണ് കോഴിക്കോട് ഖാദിമാർ. ഹിജറ 21 ചാലിയത്ത് നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ 10 പള്ളികളിലൊന്നിൽ നിയമിതനായ ഹബീബ് ബിൻ മാലിക് മുതൽ തുടങ്ങുന്നതാണ് കോഴിക്കോട് ഖാദി പരമ്പരയുടെ ചരിത്രം. സൂഫി വര്യന്മാരും സ്വാതന്ത്ര്യ സമര പോരാളികളും സാഹിത്യ പ്രതിഭകളുമായി അനേകം കർമ്മവര്യരെ ഖാദി കുടുംബം സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇവരിൽ പ്രധാനിയാണ് ഹിജറ 1301 AD 1884 വഫാത്തായ ഖാദി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു. ചരിത്ര രചനയിൽ വേണ്ടവിധം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഖാദി അബൂബക്കർ കുഞ്ഞിയുടെ ജീവിതം സാഹിത്യരചനകളിൽ മുഴുകിയതും ആധ്യാത്മികതയിലൂന്നിയ കർമ്മ വിശുദ്ധിയുടേതുമായിരുന്നു. കോഴിക്കോട് ഖാദി പരമ്പരയിൽ ഏറ്റവുമധികം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഖാദിയാണ് ഖാദി മുഹമ്മദ്. പ്രഥമ അറബി മലയാള കൃതിയുടെ രചയിതാവായ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ പേരമകനാണ് ഖാദി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു. സാഹിത്യരചനയിൽ പിതാമഹൻ്റെ പാത തന്നെയായിരുന്നു അബൂബക്കർ കുഞ്ഞിയും പിന്തുടർന്നത്. അദ്ദേഹത്തിൻ്റെതായി കണ്ടെത്തപ്പെട്ടിട്ടുള്ള 20ഓളം രചനയിൽ ഖാദി മുഹമ്മദിൻ്റെ രചനകൾക്കുള്ള തർജ്ജമയും വ്യാഖ്യാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. 1861 പിതാവ് കിൽസിങ്ങാൻ്റെ കത്ത് കുഞ്ഞീദ്ദീൻ കുട്ടിയുടെ വിയോഗത്തോടെയാണ് മഹാനവറുകൾ ഖാദി പദവിയിലെത്തുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് കരസ്ഥമാക്കിയ ശേഷം അക്കാലത്തെ പ്രഥമ വിദ്യാഭ്യാസ കേന്ദ്രമായ പൊന്നാനിയിൽ വിളക്കത്തിരിക്കലിന് ചേർന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മൂന്നാമൻ, ഷെയ്ഖ് അഹമ്മദ് ദഹ്ലാൻ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബിൻ ഉമർ എന്നിവരിൽ നിന്നും വിവിധ മതവിഷയങ്ങളിൽ ഉന്നത പഠനം പൂർത്തിയാക്കി. ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേയറ്റത്തെ അവഗാഹം നേടിയിരുന്ന അദ്ദേഹത്തിന് അറബിയിലും അറബി മലയാളത്തിലുമുള്ള പദ്യരചന പാടവം ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഉസ്താദുമാരായ അഹമ്മദ് സൈനി ദഹ്ലാനിൽ നിന്നും അലവി തുരീഖത്തിലും അബ്ദുൽ ഖാദിർ ബിൻ ഉമറിൽ നിന്ന് ഖാദിരി തുരീഖത്തിലും ഷെയ്ഖ് മുഹമ്മദ് അൽ ഫാളിയിൽ നിന്ന് ഷാദുലി തുരീഖത്തിലും ബൈഅത്ത് സ്വീകരിച്ച ഖാദി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു അക്കാലത്തെ കോഴിക്കോട് മുസ്ലിങ്ങൾക്കിടയിലെ സജീവമായ ആത്മീയ സാന്നിധ്യമായിരുന്നു. കുറ്റിച്ചിറ ജുമഅത്തു പള്ളിയിൽ മഹാനവറുകൾ സ്ഥാപിച്ച ഷാദുലി തുരീഖത്തിൻ്റെ ദിക്ർ ഹൽക്ക നൂറ്റാണ്ടുകൾ പിന്നിട്ടും നിലനിൽക്കുന്നുവെന്ന് കോഴിക്കോട് മുസ്ലിങ്ങളുടെ ചരിത്രമെഴുതിയ പരപ്പിൽ മുഹമ്മദ് കോയ എന്നവർ രേഖപ്പെടുത്തുന്നു. അറബി, മലയാള ഭാഷകളിലായി മഹാനവറുകൾ രചിച്ച സാഹിത്യകൃതികൾ ആധ്യാത്മികമായും സാമൂഹികമായും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദിഷണയും ജാഗ്രതയും വ്യക്തമാക്കുന്നതാണ്. ശറഹ് വിത്തിരിയ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി മുൻകഴിഞ്ഞ ഖാദിമാരുടെ പരമ്പരയും അവരുടെ കാലങ്ങളിലെ ചരിത്ര സംഭവങ്ങളും പ്രതിപാദിക്കുന്നതാണ്. ഏറുവാടി കീഴക്കരയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു രചിച്ച ശറഹ് വിത്തിരിയയുടെ തഖ്മീസിന് മഹാനവറുകൾ രചിച്ച വ്യാഖ്യാനമാണ് മുസാബിഹു കവാക്കിബു ദുരിയ. വിത്തിരിയയുടെ ഗ്രന്ഥകർത്താവായ അബൂബക്കർ ബഗ്ദാദിയുടെ സ്വപ്നങ്ങളും വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് 1ാം ഭാഗം. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ വിവരങ്ങളും അദ്ദേഹം തഖ്മീസ് രചിക്കാനുണ്ടായ കാരണങ്ങളുമാണ് 2ാം ഭാഗത്തിൽ. അബൂബക്കർ കുഞ്ഞിയുടെ വിശദമായ കുടുംബ പരമ്പരയും വിവിധ വിഷയങ്ങളിലായി അദ്ദേഹത്തിനുള്ള സനദുകളുമാണ് 3ാമത്തെ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഖാദി മുഹമ്മദിൻ്റെ ഇലാക്കം അയ്യുഹൽ ഇൻസാൻ എന്ന പ്രസിദ്ധമായ ഗുണദോഷ കാവ്യത്തിന് തർജുമയും വ്യാഖ്യാനവും മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. നസീഹത്തുൽ ഇഖ്വാൻ ഫി ശറഹി ഇലാക്കം അയ്യുഹൽ ഇൻസാൻ എന്ന പേരിലറിയപ്പെടുന്ന വ്യാഖ്യാന ഗ്രന്ഥം മൂലകൃതിയിലെ ഓരോ പദ്യങ്ങളും വ്യക്തമായി പരിശോധിച്ച് വിശദമായ വ്യാഖ്യാനം നൽകുന്നതാണ്. തടി ഉറുദിമാല എന്നാണ് തർജ്ജമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. അറബി മലയാളത്തിലുള്ള ഈ മാലപ്പാട്ടിലെ ഏതാനും വരികൾ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറബി മലയാള സാഹിത്യ ചരിത്രമെഴുതിയ ആബുവിൻ്റെ അഭിപ്രായത്തിൽ അക്കാലത്ത് അറബി പണ്ഡിതന്മാരുടെ ഭാഷയും അറബി മലയാളം സാധാരണക്കാരുടെ ഭാഷയുമായിരുന്നു. ഖാദി മുഹമ്മദിൻ്റെ രചനകൾ വിവർത്തനം ചെയ്തതിലൂടെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് തികവുറ്റ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും
ഉൾക്കൊള്ളാനും വഴിയൊരുക്കുകയായിരുന്നു ഖാലി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു. പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ രചിക്കാത്ത മലബാറിലെ സാഹിത്യ പ്രതിഭകൾ കുറവാണ്. മുഷ്ഫിഖത്തുൽ ജിനാൻ എന്നാണ് ഖാലി അബൂബക്കർ കുഞ്ഞിയുടെ പ്രവാചക പ്രകീർത്തന കാവ്യം അറിയപ്പെടുന്നത്. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വലാത്തും സലാമും ചൊല്ലിത്തുടങ്ങുന്ന കാവ്യം അറബി സാഹിത്യത്തിലും പദ്യരചനയിലും അദ്ദേഹത്തിനുള്ള പ്രാഗൽഭ്യം വിളിച്ചോതുന്നു. പിതാവ് കിൽസിങ്ങാൻ്റകത്ത് കുഞ്ഞീദിൻ കുട്ടി ഖാലിയെക്കുറിച്ചും ഗുരുക്കന്മാരായ മുഹമ്മദ് ഫാലി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ബിൻ ഉമർ എന്നിവരെക്കുറിച്ചും എഴുതിയ വിലാപ കാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബര്യക്ക് മാറ്റുകൂട്ടുന്നതാണ്. ഖാലി അബൂബക്കർ കുഞ്ഞിയുടെ ആധ്യാത്മിക രചനകളിൽ പ്രധാനപ്പെട്ടവയാണ് മദാരിജു സാലിക്കും ഷാദുലി മാലയും. 176 വരികളുള്ള ഷാദുലി മാലക്ക് ഖാലി മുഹമ്മദിൻ്റെ മുഹിയുദ്ദീൻ മാലയോട് ശക്തമായ സാമ്യത കാണാവുന്നതാണ്. രചനയിലും ഉള്ളടക്കങ്ങളുടെ ക്രമീകരണത്തിലും വിവിധ സംഭവങ്ങളുടെ പ്രതിപാദനത്തിലും മുഹിയുദ്ദീൻ മാലയുടെ അതേ രീതിയാണ് പിന്തുടർന്നിട്ടുള്ളത്. ഷാദുലി തുരീഖത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് അബ്ദുൽ ഹസനിയുടെ ജീവിത കഥയാണ് ഷാദുലി മാലയുടെ ഇതിവൃത്തം. മനുഷ്യാത്മാവിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ആധ്യാത്മികമായി അവൻ വളരേണ്ടതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരണമാണ് മദാരിജു സാലിക്കിൽ. സൂഫികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാങ്കേതിക പദങ്ങളെക്കുറിച്ചും ഈ കൃതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മാപ്പിള സാഹിത്യത്തിൽ പുകൾപ്പെട്ട മോയിൻകുട്ടി വൈദ്യരുടെ സമകാലികനായിരുന്നു ഖാലി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു. പല വിഷയങ്ങളിലും ഇരുവരും തമ്മിൽ ആശയ കൈമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. വൈദ്യർക്ക് ഉഹുദ് പടപ്പാട്ട് രചിക്കാൻ പ്രചോദനം നൽകിയതും ഖാലി അബൂബക്കർ കുഞ്ഞിയായിരുന്നു. ഇക്കാര്യം വൈദ്യർ ഉഹുദ് പടപ്പാട്ടിലെ 3-ാമത്തെ ഇശലിൽ പ്രതിപാദിക്കുന്നുണ്ട്. വൈദ്യർ തിരിച്ച് മഹാനവറുകളുടെ ബറക്കത്തുമാലയും മറ്റു ചില പദ്യങ്ങളും പരിശോധിച്ച് തിരുത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഖാലി അബൂബക്കർ കുഞ്ഞിയുടെ കാലത്താണ് കോഴിക്കോട് മുസ്ലിങ്ങൾ 2 ചേരിയിലായി തീർന്ന ഇരു ഖാലി സമ്പ്രദായം ഉണ്ടാവുന്നത്. കല്യാണ സമയത്ത് കൈമുട്ടിപ്പാടുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കവും ഒരു പള്ളിയിലെ കല്ല് മറ്റൊരു പള്ളിയിലേക്ക് നീക്കം ചെയ്തതിനെ സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളും സ്ഥലത്തെ മുസ്ലിങ്ങളെ മാനസികമായി അകറ്റുകയും 2 ചേരികളിലായി തിരിയാൻ കാരണമാവുകയും ചെയ്തു. അബൂബക്കർ കുഞ്ഞിയുടെ കാലത്ത് മിഷ്കാൽ പള്ളിയുടെ ചുമതല വഹിച്ചിരുന്ന ആലിക്കോയ ഖത്തീബിനോട് വാർഷിക സംഖ്യ കൊടുക്കാൻ ചെന്നയാൾ അപമര്യാദയായി പെരുമാറിയത് പ്രശ്നം രൂക്ഷമാക്കുകയും 2 ഖാലിമാരുടെ കീഴിലായി കോഴിക്കോട്ടെ മുസ്ലിങ്ങൾ ചേരിതിരിയുന്ന വേദനാജനകമായ ഭിന്നതയ്ക്ക് വഴിവെക്കുകയും ചെയ്തു. ആ സമയത്ത് പ്രായം കൂടുതലുണ്ടായിരുന്നത് ഖാലി അബൂബക്കർ കുഞ്ഞിയായതിനാൽ ജുമഅത്ത് പള്ളി കേന്ദ്രീകരിച്ച് മഹാനവറുകളെ വലിയ ഖാലിയായും പ്രായക്കുറവുണ്ടായിരുന്ന ആലിക്കോയ ഖത്തീബിൻ്റെ മകൻ പള്ളിവീട്ടിൽ മുഹമ്മദിനെ മിഷ്കാൽ പള്ളി കേന്ദ്രമാക്കി ചെറിയ ഖാലിയായും നിയമിതരാക്കി സാമൂതിരി ഉത്തരവിറക്കുകയായിരുന്നു. ഈ മൊയ്തു മൗലവിയുടെ പിതാവ് കോടഞ്ചേരി മരക്കാർ മുസ്ലിയാർ, സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ, കൊച്ചിയിലെ അടിമ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മൗലാന അബ്ദുറഹ്മാൻ ഹൈദറോ എന്നിവർ മഹാനായ ഖാലി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനികളാണ്. തികഞ്ഞ സൂഫിയും പല തുരീഖത്തുകളുടെയും ഷെയ്ഖും പ്രഗത്ഭനായൊരു സാഹിത്യ പ്രതിഭയുമായിരുന്നു മഹാനായ ഖാലി അബൂബക്കർ കുഞ്ഞി റളിയല്ലാഹു അൻഹു. അള്ളാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മഹാന്മാരുടെയും സയ്യിദന്മാരുടെയും ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി തന്ന് ഖൈറായ സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.